ആളുകൾക്ക് തന്നെ ഈ സെക്സോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മടിയുള്ള ഒരു രീതിയിലായിരുന്നു മുമ്പുള്ള ആളുകളെ അപേക്ഷിച്ച് ഇന്ന് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ആളുകൾക്ക് പെൺകുട്ടികൾക്ക് ഈ PCOD ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ കുറച്ചുകൂടെ നമ്മളുടെ ഷുഗർ കുറക്കാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ആ ദാമ്പത്തിക ബന്ധത്തിലുണ്ടാകുന്ന ലൈംഗികതയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാം. നിങ്ങൾ എല്ലാ അസുഖത്തിനും ആ ചെറിയ മണി ഗുളികകളെല്ലാം കൊടുക്കുന്നതെന്നുള്ള ചോദ്യമാണ്. ഹായ് ഓൾ, വെൽക്കം ടു ടെയിൽസ് ആൻഡ് ബിയോണ്ട് ബൈ കോഴിക്കോടൻ ടെയിൽസ്. ഇന്ന് നമ്മുടെ ഷോയിൽ ഗസ്റ്റ് ആയിട്ടുള്ളത് പ്രശസ്ത ഹോമിയോപ്പതി ഡോക്ടർ ഹിഷാം ഹൈദറാണ്, സ്പെഷ്യലൈസ്ഡ് ഇൻ യൂറോളജി ആൻഡ് സെക്സോളജി. വെൽക്കം ടു അവർ ഷോ ഡോക്ടർ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഹോമിയോപ്പതി എന്നുള്ളതും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ നോർമലി ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചികിത്സാ രീതിയാണ്. നമുക്കറിയാം ആയുഷ് വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ചുള്ള ആയുഷ് വിഭാഗം എന്ന് പറയുന്ന ഇപ്പോൾ ആയുർവേദം, ഹോമിയോപ്പതി എല്ലാം ഉൾപ്പെട്ട ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് മറ്റുള്ള ചികിത്സയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്ന മരുന്നുകളായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് പ്ലാന്റ്സ്, ചെടികളിൽ നിന്ന് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന്, മിനറൽസിൽ നിന്നൊക്കെ എടുക്കുന്ന മരുന്നുകളായിരിക്കും. അത് ഏതെങ്കിലും ഒരു ഡയഗ്നോസ് വെച്ചുകൊണ്ട് ഒരു രോഗിയെ ചികിത്സിക്കുന്ന രീതിയല്ല. അത് കുറച്ചുകൂടെ ഒരു രോഗിയെ മൊത്തമായിട്ട് ടോട്ടലായിട്ട് രോഗിയുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്, ആ രോഗിയുടെ ഹോളിസ്റ്റിക് ആയിട്ട് ആ രോഗിയുടെ മൈൻഡും എല്ലാം നോക്കിയിട്ട് ഡയഗ്നോസ് നോക്കും, സിംറ്റംസ് എന്തൊക്കെ അസുഖങ്ങളുള്ളത് നോക്കും. അങ്ങനെ ആ രോഗിക്ക് ടോട്ടലായിട്ട് ചികിത്സ കൊടുക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ് ഹോമിയോപ്പതി. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരു ക്രൂഡായിട്ട് ഒരു കെമിക്കൽ ബേസ്ഡ് മരുന്നുകളാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റോ മറ്റൊന്നും പൊതുവെ ഉണ്ടാവാറില്ല. അപ്പം മറ്റു ഏതിനെ കമ്പയർ ചെയ്യുമ്പോഴും ഹോമിയോപ്പതിയുടെ യൂസസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ പറയാറുള്ളത് ഒന്ന് അതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. കാരണം ഡയലൂട്ട് ചെയ്തുള്ള മെഡിസിൻസ് ആണ് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട്. അപ്പോൾ തീരെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ താൽക്കാലികമായിട്ട് ഇപ്പം ജസ്റ്റ് ഇപ്പോൾ ഒരു വേദന ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറണം എന്നുള്ള താൽക്കാലിക മാറലല്ല, പൂർണ്ണമായിട്ട് ഒരു ലോങ് അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് ആ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. അത് ഇന്ന ഒരു വിഭാഗങ്ങൾക്ക് മാത്രമല്ല, ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ പല രീതിയിലുള്ള അസുഖങ്ങൾക്കും ചികിത്സ. അത് പെട്ടെന്നുണ്ടാവുന്ന പനിയാണെങ്കിലും കുറേ കാലങ്ങളായിട്ടുണ്ടാവുന്ന മൈഗ്രെയിൻ, PCOD പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിലും ഹോമിയോപ്പതിയിൽ നിന്ന് ഫലപ്രദമായ ചികിത്സകളുണ്ട്. ഓക്കെ, എന്താണ് ഈ യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ സെക്സോളജിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതങ്ങനെ മലയാളികൾക്കിടയിൽ അത്ര സുപരിചിതമായിട്ടുള്ള പദങ്ങളല്ല എന്നാണ്. അതെ. അപ്പോൾ ഇത് ചില ഓരോ ആളുകൾക്കും പൊതുവെ മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഇത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് തന്നെ ഈ സെക്സോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മടിയുള്ള ഒരു രീതിയിലായിരുന്നു മുമ്പ്. ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് യൂറോളജി എന്ന് പറയുമ്പോഴും സെക്സോളജി എന്ന് പറയുമ്പോഴൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയാണ്. പ്രധാനമായിട്ട് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ടുണ്ടാവുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന അസുഖങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ യൂറോളജി വിഭാഗം അല്ലെങ്കിൽ സെക്സോളജി വിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ ടേം ആണെങ്കിൽ ആൻഡ്രോളജി വിഭാഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഏത് ആളുകൾക്കാണെങ്കിലും ഇപ്പം മൂത്രാശയ സംബന്ധമായിട്ടുള്ള മൂത്രപ്പഴുപ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് മൂത്രം ഉറ്റിറ്റി പോകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയുള്ള അവസ്ഥ ഉണ്ടാവാം. ഇങ്ങനെ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല്, ഇന്ന് ഒരുപാട് ആളുകളിൽ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് കാണുന്നതാണ് മൂത്രക്കല്ല് പോലെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ ഒരുപാട്. ദാമ്പത്യ പ്രശ്നങ്ങൾ അത് അവരുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നതിലൊക്കെ എത്തിച്ചേരുന്ന രീതിയിലുള്ളൊക്കെ ആ ദാമ്പത്തിക ബന്ധത്തിലുണ്ടാകുന്ന ലൈംഗികതയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാം. ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ചില ആളുകൾക്ക് അത് ഇപ്പോഴും മടിയാണ് ഡോക്ടറോട് പറയാൻ. ഇപ്പോൾ ഞാൻ ആ ഒരു മേഖലയിൽ നോക്കുന്ന ഒരാൾ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഞാൻ നോക്കുന്നതിൻ്റെ 75% ഓൺലൈൻ കേസുകളാണ്. ആളുകൾക്ക് നേരിട്ട് വരാൻ പോലും പറയാൻ മടിയാണ് ഇപ്പോഴും. എന്നാലും അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മൈഗ്രെയിൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് എങ്ങനെയാണോ പനി എങ്ങനെയാണോ അതുപോലെ തന്നെ ഡോക്ടറോട് തുറന്ന് സംസാരിക്കേണ്ട പറയേണ്ട ഒരു അസുഖം തന്നെയാണ് ഈ യൂറോളജി ആണെങ്കിലും സെക്സോളജി ആണെങ്കിലും ഒക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസവും അല്ലെങ്കിൽ അത് ഈ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഭേദമാക്കാൻ പറ്റുമെന്നും കൂടി അറിയാം. നോർമലി PCOD, PCOS അത് ഈ രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല, രണ്ടാണ്. ചെറിയ മാറ്റങ്ങളുണ്ട്. PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസാണ്, ഒറ്റ അസുഖം മാത്രം. PCOS എന്ന് പറയുമ്പോൾ ഒരു സിൻഡ്രോമാണ്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങളുള്ള ഒരുപാട് അസുഖങ്ങൾ കൂടിയ ഒരു വലിയൊരു സിൻഡ്രോം ഒരുപാട് അസുഖങ്ങളിൽ ഉണ്ടാവും PCOS എന്ന് പറയുന്നത്. PCOD എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് കൊണ്ട് വരുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസൊന്നുമല്ല, അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈസിലി.
മറ്റിൻ്റെ അത്ര സീരിയസ് അല്ല. എന്നാൽ PCOS എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണ്. അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെ മാത്രം വരുന്ന ഒന്നല്ല. അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ഒക്കെ കൂടുതലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് PCOS എന്ന് പറയുമ്പോൾ. രണ്ടിലും ഒരുപാട് ലക്ഷണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് ഒരുപാട് പറയണം. ഏകദേശം രണ്ടും നമ്മൾ ജനറലി നമ്മൾ പറയുമ്പോൾ രണ്ടും ജസ്റ്റ് നമ്മൾ അണ്ഡാശയത്തിൽ ഉണ്ടാകുന്ന കുമിളകളാണ്. PCODയിലാണ് ഈ കുമിളകൾ അല്ലെങ്കിൽ സിസ്റ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാവുക. മറ്റേ PCOSൽ അത് കുമിളകൾ കൂടുതൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കൂടുതൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് അതിൽ ഉണ്ടാവാറ്. അത് ഹോമിയോപ്പതി ചികിത്സയാണ് ചോദിച്ചത്. PCODയിൽ ഇതിന് നല്ല ഫലപ്രദമായ ചികിത്സ ഉണ്ട്. ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകളൊക്കെ ഉണ്ട് PCODയിൽ. അപ്പോൾ ഇത് ലൈഫ് സ്റ്റൈൽ ആണല്ലോ. ഇപ്പോൾ ഏതൊരു അസുഖമാണെങ്കിലും, ഇപ്പോൾ ഈ ജീവിതശൈലിയിലെ ഏതൊരു അസുഖമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് എന്തുകൊണ്ടുണ്ടായി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇന്ന് മുമ്പുള്ള ആളുകളെ അപേക്ഷിച്ച് ഇന്ന് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരുപാട് ആളുകൾക്ക്, പെൺകുട്ടികൾക്ക് ഈ PCOD ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ പല രീതിയാവാം. എക്സസൈസ് ഇല്ലായ്മയാവാം, ഭക്ഷണ രീതി ആവാം, ഫാസ്റ്റ് ഫുഡിൻ്റെ അഡിക്ഷൻ ആവാം, അങ്ങനെ പലതും ആവാം. സ്ട്രെസ് ആവാം, എല്ലാ കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്ന ആ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്യുക, ഇതിനെ മാനേജ് ചെയ്യുകയും അതിന് മരുന്ന് കഴിക്കുകയും ചെയ്യുക. അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ PCOD ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, മെൻസസ് ആവാതിരിക്കുക, അല്ലെങ്കിൽ പീരീഡ്സ് ആവാതിരിക്കുക, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ തടി കൂടുക, തടി കുറയുക, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഓവറായിട്ട് വിയർത്തുകൊണ്ടിരിക്കുക. അപ്പം അത് അടിസ്ഥാനമാക്കി കൃത്യമായിട്ട് ആ പേഷ്യൻ്റെ എല്ലാ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഹോമിയോപ്പതി മരുന്നിലൂടെ PCOD ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ PCOD ഉള്ള സ്ത്രീകളിൽ ഇപ്പോൾ ഗർഭം ധരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാ? അതിപ്പോൾ PCOD ഉള്ള എല്ലാ ആളുകളിലും കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം PCOD ആണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ PCOD ഇൻഫെർട്ടിലിറ്റി അഥവാ കുട്ടികൾ ഉണ്ടാവാത്തൊരു അവസ്ഥ, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് സ്ട്രെസ് ഉണ്ട്, മറ്റു ഹോർമോണൽ ഇംബാലൻസുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണമാണ് ഈ PCOD എന്ന് പറയുന്നത്. അത് നേരെ മറിച്ച് അതേപോലെ തന്നെ തിരിച്ചും പറയണം, PCOD ഉള്ള എല്ലാ രോഗികളിലും കുട്ടികൾ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. PCOD ഉള്ള കുറേ ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഫോണ് അതിയായി ഉപയോഗിക്കുകയും പിന്നെ എന്താ പറയാ നേരം വൈകി ഉറങ്ങുന്ന സാഹചര്യം കൂടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ശാരീരികമായിട്ട് കുറെ പ്രയാസങ്ങൾ ഉണ്ടാക്കല്ലോ. അപ്പോൾ അതിന് ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ഓഡിയൻസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലേറ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് ജോലിക്കുള്ള ആളുകൾ ലേറ്റ് നൈറ്റ് ജോലി ഉണ്ടാവും ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ യാത്ര പോകും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതല്ല. സ്ഥിരമായിട്ട് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ ഉറക്കം തീരെ ഇല്ലാതിരിക്കുക, രാത്രി 3 മണിക്ക് 2 മണി വരെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കുക. മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളത് പ്രശ്നമൊന്നുമില്ല, അത് അമിതം ഏതൊരു സാധനവും അതിൻ്റെ ഓവർ യൂസ് ആണല്ലോ പ്രശ്നം. ഏതൊരു സാധനമാണെങ്കിലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ഒക്കെ അതിൽ അമിതമാകുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അമിതമാവുന്ന സമയത്ത് അതിന് പല പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ തന്നെ മാറും, ഉറക്കം തന്നെ. പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് നമ്മളുടെ ഈ ഹാബിറ്റൊക്കെ മാറ്റി എന്ന് കൂട്ടിക്കുക. നമുക്ക് മൊബൈലൊക്കെ നമ്മൾ മാറ്റി വെച്ചു, നല്ല ഉറക്കം വരില്ല. കാരണം നമ്മുടെ സ്ലീപ്പ് സൈക്കിളെ മാറി, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കേ ആകെ മാറി, നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ മൊത്തമായിട്ട് മാറും. അതുപോലെ സ്ട്രെസ്സാണ്, ടെൻഷൻ ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക. ഈ ഉറക്കം കുറഞ്ഞുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് മൊബൈൽ അഡിക്ഷനുള്ള ആളുകളൊക്കെ അത് ഒരു കാലം കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് ഡിപ്രഷനിലേക്ക്, സ്ട്രെസ്സിലേക്ക് ഉണ്ടാവും. ഇനി അത് അവർ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, അവർ പല മേഖലയിലാവാം. അവർ ഡോക്ടേഴ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ, PhD ചെയ്യുന്ന ആളുകളാണോ, ടീച്ചേഴ്സ് ആണോ, അഡ്വക്കേറ്റ്സ് ആണോ, എന്താണെങ്കിലും അവരുടെ മേഖലയിൽ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. അവർ പഠിക്കുന്നതിലാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല, അവർ ചെയ്യുന്ന വർക്കിലവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, ശ്രദ്ധ തിരിയും. അതുപോലെ തന്നെ മറവി ഉണ്ടാവുക, ജസ്റ്റ് ഈ പെട്ടെന്ന് മെമ്മറി ലോസ് ആവുന്ന പോലെ, പഠിച്ചതും അത് ഓർമ്മ വരാതിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മറന്നു പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. അത് ഈ ഒരു ഉടനെ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല, കുറച്ചുകൂടെ അങ്ങനെ കഴിയും തോറും, വർഷം തോറും ഭാവിയിലായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടുവരിക. നോർമലി അതുപോലെ തന്നെ ഈ ഉറക്കം കുറയുമ്പോൾ ഗ്യാസ്ട്രിക് സംബന്ധമായുള്ള പ്രശ്നങ്ങളുണ്ടാവും. വയറിന് വേദന, അല്ലെങ്കിൽ ഗ്യാസ്, വയറ് വീർത്ത് വരിക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന
ആൾക്കാര് ഈ ഇരുന്ന് കൊണ്ട് ഒരുപാട് ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. അതെ അതെ അപ്പൊ ഈ നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന അങ്ങനത്തെ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടല്ലോ. അത് ആ ഒരു ഇരിക്കണ പൊസിഷനാ. അപ്പം IT മേഖലയിലുള്ള ഒരാള് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ അനുസരിച്ചിട്ടാണ്. ഏത് പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത്, അവർ കൃത്യമായിട്ട് മോണിറ്ററിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് നെക്ക് നമ്മുടെ ഐ ലെവലിലാണോ സ്ക്രീൻ ഉള്ളത്, അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിരിക്കും. നമ്മൾ കീബോർഡിലൊക്കെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇവിടെ കാർപ്പൽ ടണൽ സിൻഡ്രോം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. ഇതിങ്ങനെ ഒരു പൊസിഷൻ വളഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ, അതിൽ റെസ്റ്റ് വരാതിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നതാണ് നമ്മൾ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയും. അതാണ് ഈ കഴുത്തുവേദന എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ സെർവിക്സ്, നമ്മുടെ നട്ടെല്ലുകൾ ഇവിടെ മുതൽ സെർവിക്സ് മുതൽ താഴെ ലംബാർ വരെ ഒരുപാട് നട്ടെല്ലുകളുണ്ട്. അതിലുണ്ടാകുന്ന ചെറിയ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകുന്ന അതിലാണ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുക. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഈ ഭാഗങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ആ വേദന ഉണ്ടാവും, കഴുത്ത് വേദനയാവും. അത് പിന്നെ ഇങ്ങനെ കൈയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അത് ഇറങ്ങാനും അവിടെ തരിപ്പ് ഉണ്ടാവാനൊക്കെ കാരണം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഊരവേദനയാകുമ്പോൾ ആ പൊസിഷൻ ഇറക്റ്റായ പൊസിഷനിലല്ല കണ്ടിന്യൂസ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു ഇരുത്തൊക്കെ വളരെ കുറച്ച് നേരം നമുക്ക് കംഫർട്ട് ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കംഫർട്ട് ആവും. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വലിയ ഡെവലപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വരും, രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ. അപ്പോൾ അതിനനുസരിച്ച് ഇറക്റ്റ് പോസ്റ്ററിൽ ഇരിക്കുന്ന ചെയറാണോ, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അവിടുത്തെ ഡിസ്ക് ബൾജായി വരും, ഡിസ്ക് ബൾജ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള ലംബാർ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവും. അങ്ങനെയാണ് വേദന ഉണ്ടാവുന്നത്. അതിങ്ങനെ കൂടി വരുമ്പോൾ അവിടെയുള്ള നെർവിന് അതിൻ്റെ അടിയിൽ കംപ്രഷൻ ആകുമ്പോൾ തരിപ്പുണ്ടാവും, ആ തരിപ്പ് കാലിലേക്ക് ഇറങ്ങും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവേ അവർ പറയുന്ന ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഈ കഴുത്ത് വേദനയായിട്ട് വരും, അല്ലെങ്കിൽ ഊരവേദനയായിട്ട് വരും. പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് സ്ട്രെസ്സും ഡിപ്രഷനും അത്രയും IT മേഖലയിലുള്ള ആളുകൾക്ക് കൂടുതലുണ്ട്. കാരണം അവർക്ക് ഉറക്കം അധികം കിട്ടുന്നില്ല, അവർക്ക് അവരുടെ വർക്കിനുപരി മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഒത്തുചേരാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കാണപ്പെടാറുണ്ട്. ഇപ്പോഴത്തെ തലമുറയില് നമ്മൾ കണ്ടുവരുന്നൊരു ഇതാണ് ഹാർട്ട് അറ്റാക്ക് കൂടി വരാന്നുള്ളത്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് കോവിഡ് സമയത്ത് എല്ലാവരും വാക്സിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വാക്സിന് ഇതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഇതിന്റെ ഓഡിയൻസ്, ഞാൻ പ്രത്യേകിച്ച് ഒരു ഹോമിയോപ്പതി ഡോക്ടറും കൂടി ആകുമ്പോൾ എന്താകും മറുപടി എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്ത് പറയും ഡോക്ടർ എന്നുള്ള. ഇത് നോർമലി ഇതിന് അടിസ്ഥാനമായിട്ട് വേണ്ടത് ഇതിന്റെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് റിസർച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പം കൊറോണ വാക്സിൻ ഒരുപാട് ആളുകൾ എടുത്തു. അവർ കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തിയാലാണ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. ഒരു മീഡിയക്ക് മുമ്പിൽ, ഒരു ആളുകളുടെ മുമ്പിൽ നമുക്ക് കൃത്യമായിട്ട് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു എവിഡൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവണം. അപ്പോൾ അത് നമുക്ക് പറയാൻ ഇതുവരെ ആയിട്ടില്ല. കാരണം അതിൻ്റെ തന്നെ കൊറോണ വാക്സിൻ കൊടുത്ത ചില ആളുകളിലൊക്കെ, പ്രത്യേകിച്ച് യൂത്ത് 18 മുതൽ 30 വയസ്സ് 35 വയസ്സ് വരെയുള്ള ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, അവർ അംഗീകരിച്ചതാണ്. പക്ഷേ അത് ഈ വാക്സിൻ കൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അത് ആ ചില ആളുകളിൽ മാത്രം അവരുടെ ജനറ്റിക്കലായിട്ട് അവർ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് കൃത്യമായിട്ട് പഠനങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞു സെക്സോളജിയുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അപ്പം ഈവൻ പ്രധാനമായിട്ട് ഈ വാക്സിൻ 2-3 ഡോസ് എടുത്ത ആളുകളിൽ കൃത്യമായിട്ട് അവരെന്നെ വന്ന് പറയുന്നതാണ്. ഇതിപ്പം ഏതെങ്കിലും ഡോക്ടറോ ഒരാളോ പറയുന്നതല്ല. ആ പേഷ്യൻസ് വന്ന് പറയും, എനിക്ക് ഈ ഒരു ഉദാഹരണ പ്രശ്നം തുടങ്ങിയത് അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലം തുടങ്ങിയത് ഈ കൊറോണയുടെ 2 വാക്സിൻ എടുത്തതിന് ശേഷമാണ്, അങ്ങനെ പറയാറുണ്ട്. അപ്പം അത് അവർ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് സോഫ്റ്റ്വെയറിൽ സെർച്ച് ചെയ്താൽ തന്നെ അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കൃത്യമാക്കണമെങ്കിൽ എന്തുണ്ടാവണം, നമ്മൾ റിസർച്ച് നടത്തണം. ഇത്രയും ആളുകളെ അത് നടത്തേണ്ട ആളുകൾ റിസർച്ച് നടത്തുകയും അതിൻ്റെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെളിവുകൾ പുറത്തോട്ടും വേണം. കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ഇങ്ങനെ വാക്സിൻ എടുത്ത ആളുകളിലൊക്കെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മേ ബി അതിന്റെ റിസർച്ച് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ഡോക്ടറിന്റെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന ഓരോ രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയാണെന്ന് പറയാം. കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട്, ഇപ്പോൾ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലി കാരണമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമുക്കറിയാം ഡയബറ്റീസ് ആണ്, പ്രമേഹമാണ്. പ്രമേഹം മുമ്പൊക്കെ അത് ഏജ്ഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകളിൽ മാത്രം കണ്ടുവരുന്ന രോഗമാണ്. ഇപ്പോൾ അത് കോമൺ ആയിട്ട് 30 വയസ്സാണെങ്കിലും 25 വയസ്സാണെങ്കിലും ഒക്കെ ഷുഗർ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഷുഗർ പോലെ തന്നെ പിന്നുള്ള മറ്റു ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ് സ്ട്രെസ്. പണ്ടൊന്നും അതൊരു ജീവിതശൈലി രോഗമായിട്ട് കൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പം അത് നമ്മുടെ ജീവിതശൈലിയുടെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കമില്ലായ്മ,
നമ്മളുടെ കൃത്യമായിട്ട് മൊബൈൽ അമിതമായിട്ട് യൂസ്, അങ്ങനെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ ഈ ഡിപ്രഷൻ മാറിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ പോലെയുള്ള, പ്രഷർ പോലെയുള്ള, പിന്നെ ലേഡീസിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് PCOD പോലെയുള്ള രോഗങ്ങളൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി രോഗങ്ങളായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. അപ്പം ചെറിയ മുമ്പൊക്കെ അധികം ആളുകളിൽ PCOD ഇല്ലായിരുന്നു. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ തന്നെ PCOD സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് തന്നെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് തന്നെ, അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് നോർമലി നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കൊയലുകളിലൊക്കെ ബാധിക്കുകയും രക്തയോട്ടം കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ അവിടെ വെരിക്കോസ് വെയിൻ ഉണ്ടാവും, നോർമൽ. അങ്ങനെ എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവുക, രക്തയോട്ടം കുറയുന്നത്, അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഷുഗർ, നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഓയിലി ഫുഡ്, ഫാസ്റ്റ് ഫുഡുകൾ, അത് വല്ലപ്പോഴും മാസത്തിൽ 2-3 തവണ കഴിക്കുന്നതല്ല, സ്ഥിരമായിട്ടത് കഴിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. തീരെ നമ്മുടെ ലൈഫിൽ പൂർണ്ണമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ഒന്നും പോസിബിൾ ആകുന്ന കാര്യമല്ല. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അമിതമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് കോമൺ ആയിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും? ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പം ഒരു ഉദാഹരണത്തിന് തൈറോയിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു PCOD ആണെങ്കിൽ, അത് ഐഡന്റിഫൈ ചെയ്തത് മുതൽ, ഡയഗ്നോസ് ചെയ്തത് അന്ന് മുതൽ തന്നെ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ അതിന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് മാറ്റാൻ കഴിയും. നേരെ മറിച്ച് ഒരു ഡയബറ്റീസ് ഉള്ള ആള് കുറേ വർഷങ്ങളായിട്ട് മറ്റു മെഡിസിൻ, അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് പിന്നീട് ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഹോമിയോപ്പതി പറഞ്ഞാൽ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള വളരെ മൈൽഡ് മെഡിസിൻസാണ്. എന്നാൽ അലോപ്പതി പറയുമ്പോൾ കുറച്ച് ഡോസ് കൂടിയ മെഡിസിൻസാണ്, പെട്ടെന്ന് അത് കുറയണം എന്നുള്ളത്. അപ്പം ഇപ്പം എനിക്കൊരു തലവേദന ഉണ്ട്, എനിക്കിപ്പോൾ ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടി കയറണമെങ്കിൽ അവിടെ നമ്മൾ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും. അത് ആടെ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് ആ ഒരു 10 മിനിറ്റ് കൊണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് വേദന മാറില്ല. അപ്പം ആ ഒരു സഡൻ എമർജൻസി കാര്യങ്ങൾക്കുള്ള അത്രയും ഡോസ് കൂടിയ മരുന്നാണ് അലോപ്പതിയിൽ ഉണ്ടാകുന്നത്. അപ്പം അത് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും അതിൽ. അപ്പം കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡയബറ്റീസിനാണെങ്കിൽ, കൊളസ്ട്രോളിനാണെങ്കിൽ, യൂറിക് ആസിഡിനാണെങ്കിൽ, മൂത്രക്കല്ലിനാണെങ്കിൽ, ഈ മൂത്രക്കല്ലൊക്കെ ഇപ്പം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളാണല്ലോ. നമ്മുടെ അമിതമായിട്ട് തീരെ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ, വെള്ളം കുടി കുറയുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക, ഈ മൂത്രം പിടിച്ചു നിർത്തുക, ഇവർക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഈ മൂത്രക്കല്ല് പോലെയുള്ള അസുഖങ്ങളൊക്കെ. കിഡ്നിയിൽ കല്ലുകൾ അടിഞ്ഞുകൂടുകയാണ്, അഥവാ ഈ കാൽഷ്യം പ്രോട്ടീനും അടിഞ്ഞുകൂടിയിട്ട് കല്ലായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഹോമിയോപ്പതി ഡോക്ടറെ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പം നമുക്ക് സർജറി തന്നെ വേണമെന്ന് പറയുന്നത് 20 mm കല്ലിൻ്റെ സൈസിലേറെ കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് സർജിക്കൽ തന്നെ വേണ്ടി വരും. കാരണം അത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്, മൂത്രം പുറത്തു പോകാൻ സാധ്യത കുറവാണ്. അപ്പം അത്തരം രീതികളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് താഴെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുവിധം കേസുകൾക്കൊക്കെ ഞാൻ പറയുന്നത് 100% അസുഖങ്ങൾ മാറ്റാൻ ഹോമിയോപ്പതി കൊണ്ട് കഴിയുന്നില്ല. ഓരോ ചികിത്സക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ഇതുണ്ട്, സ്കോപ്പ് ഉണ്ട്. അപ്പം സ്കോപ്പില്ലാത്ത കേസുകൾ ഉണ്ടാവും ഓരോ ആളുകൾക്കും, ആ വ്യക്തിക്ക് അനുസരിച്ചിട്ട്, ആ വ്യക്തിയുടെ എങ്ങനെയാണ് ആ വ്യക്തിക്ക് അസുഖം വന്നത്, ഹെറിഡിറ്ററി ആയിട്ട് വന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്യൂറബിലിറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നതിലൂടെ, കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് രോഗങ്ങളാണ് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് സാധിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ടതും അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരൊന്ന് പറയാൻ പറ്റും? ഡയബറ്റിസ്, പ്രമേഹം, അത് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ പ്രമേഹത്തിൽ ഏറ്റവും സാധാരണ പറയുന്നത് പഞ്ചസാര ഒഴിവാക്കുക എന്ന് പറയാറുണ്ട്. കോമൺ ആയിട്ട് എല്ലാവരും എനിക്ക് പഞ്ചസാര ഉണ്ടെന്നാണ് പറയല്. പ്രമേഹം എന്ന് തന്നെ പറയുന്നത് ഇപ്പം മുതിർന്ന ആളുകളിലൊക്കെ, പ്രായമുള്ള ആളുകളിലൊക്കെ എനിക്ക് പഞ്ചസാര ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ഷുഗർ ഉണ്ടെന്നതിൻ്റെ അർത്ഥം, ഷുഗർ ഉള്ള ആളുകളിൽ പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ് കുറക്കുക എന്നുള്ളതാണ്. അപ്പം കാർബോഹൈഡ്രേറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഫ്രക്ടോസ്, സൂക്രോസ് ഒക്കെ പോലെയുള്ള ഈ ഷുഗർ. അഥവാ നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഞ്ചസാരയാണ്. നമ്മൾ ഈ പഞ്ചസാരയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ. അത് അത്രത്തോളം നമ്മുടെ ശരീരത്തിനെ, ഈ പഞ്ചസാര ഷുഗർ ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, പഞ്ചസാര നമ്മുടെ തടി കൂടാൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ഷുഗറാണ്. നമ്മൾ ഫാറ്റ്, ഓയിലിനേക്കാളും കൂടുതൽ കാരണമാവുന്നത്, ഒബിസിറ്റി ഉണ്ടാവാൻ കാരണമാവുന്നത്, PCOD ഉണ്ടാവാൻ കാരണമാവുന്നത് ഒക്കെ ഈ ഷുഗർ കണ്ടന്റാണ്. ഷുഗർ മാക്സിമം ഒഴിവാക്കുന്നതാണ്. നോർമൽ നാച്ചുറലായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് നിന്ന് കിട്ടുന്ന ഷുഗർ അല്ല, അതുപോലെ നോർമൽ നാച്ചുറലായിട്ട് കിട്ടുന്ന മധുരങ്ങളല്ല, പുറമെ നിന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരുപാട് ഷുഗറുകൾ ഉണ്ടാവും. ബേക്കറി ഐറ്റംസ് ആവാം. ഈ ബേക്കറി ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ മൈദ, അതുപോലെ വൈറ്റ് റൈസ്, സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അരികൾ, അതൊക്കെ മാക്സിമം അളവ് കുറക്കുക എന്നുള്ളതാണ്.
കൂടുതലായിട്ട് കൂട്ടേണ്ടത് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ഇപ്പം അത് ഇലക്കറികളാവാം, പച്ചക്കറികളാവാം. ഫ്രൂട്ട്സ് ആണെങ്കിൽ കൂടുതലായിട്ട് ഇതുള്ള ഒരു മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. അഥവാ മാമ്പഴം അല്ലെങ്കിൽ ബനാന, നേന്ത്രപ്പഴം, ഇങ്ങനെയുള്ളതൊക്കെ, മുന്തിരി, ഇങ്ങനെയുള്ളതൊക്കെ മാക്സിമം കുറക്കുക, അളവ് കുറക്കുക. ഇനി അതുപോലെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ പറഞ്ഞാൽ ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം. അപ്പോൾ പപ്പായ കഴിക്കാം. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം ഡെയിലി. അതും ഫ്രൂട്ട്സ് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി 5-6 ആപ്പിൾ കഴിക്കുക എന്നുള്ളതല്ല, ഡെയിലി ഒരു ആപ്പിൾ കഴിക്കാം. ഒരു നേരത്തെ ഫുഡായിട്ട് ഒരു ആപ്പിൾ കഴിക്കാം, വലിയൊരു പേരക്ക കഴിക്കാം. അങ്ങനെ നമുക്ക് ആ ഒരു നേരത്തിന് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിക്കുക എന്നുള്ളത്. അതുപോലെ ഈ ഫുഡ് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്കിപ്പ് ചെയ്യാനും പാടില്ല. ഫുഡ് കഴിക്കാതിരിക്കാൻ പാടില്ല. അതെ. ഷുഗറുള്ള ആൾ ഒരിക്കലും ഫുഡ് ഡയറ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുറച്ച അളവിലാണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പം നമ്മളൊരു പ്ലേറ്റിൽ ചോറ് എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മളുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചോറ് എടുക്കുന്നു, സൈഡിൽ കുറച്ച് കൂട്ടാനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വെക്കുന്നു. നേരെ മറിച്ച് അതിൽ ഈ 4 ഭാഗമായിട്ട് അതിൽ ഒരു ഭാഗം മാത്രം റൈസ് എടുക്കുക. അതും ബ്രൗൺ റൈസ്, മട്ടരി പോലെയുള്ള ബ്രൗൺ റൈസുകൾ, മില്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് 4-ൽ 1 ഭാഗം മാത്രം, ബാക്കി പകുതി ഭാഗം പ്രോട്ടീൻ എടുക്കാനാണ് പറയുന്നത്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്ത് പ്രോട്ടീൻസും ആവാം, ഫിഷ് ആവാം. അതൊന്നും പൊരിക്കാതെ കുറച്ചുകൂടെ ജസ്റ്റ് സ്റ്റീം, കടല, പയർ, മുട്ട, അങ്ങനത്തെ ഒക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യം, വെജിറ്റബിൾസ്, സലാഡ്സ്, അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇത് കഴിക്കുന്നതിലൂടെ കുറച്ചുകൂടെ നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പം നമ്മൾ മരുന്നിനെ മാത്രം ആശ്രയിക്കലല്ല, നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പം ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്, എനിക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ നടക്കൂല, മരുന്നിലൂടെ മാറ്റാൻ പറ്റുമോ? അതെ, വ്യായാമം ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ട 2 കാര്യം ചെയ്യാൻ പറ്റൂല, മരുന്നിലൂടെ മാറ്റാൻ പറ്റും. അങ്ങനെ മരുന്നിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമില്ല. അങ്ങനെ ഒരു സാധനമില്ല. നമ്മൾ എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ള ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ്, അവിടെ ഉണ്ടാവുന്ന പെർസിസ്റ്റിംഗ് ഫാക്ടേഴ്സ്, അതിനെ മാറ്റാതെ ഈ അസുഖം മാറ്റുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഷുഗറുള്ള, അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, മധുരം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. പ്രോസസ്സ് ചെയ്തുള്ള ഫുഡുകൾ, പാക്കറ്റ് ചെയ്തുള്ള ഫുഡുകൾ, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കൂടുതലായിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഈ പറഞ്ഞ 4 ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ മില്ലറ്റ്സുകൾ, ബ്രൗൺ റൈസ്, അങ്ങനത്തെ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. വെള്ളം നല്ലോണം കുടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ആളുകളൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഡയറ്റ്സും ഇതൊക്കെ മൊബൈൽ ഫോണിൽ കണ്ടിട്ട് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സേഫ് ആണോ? ഡയറ്റ്സ് എന്ന് പറയുമ്പോൾ ഡയറ്റ്സ് ഫോണിലൂടെ കണ്ടിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ ഗ്ലൂട്ടത്തോൺ സപ്ലിമെന്റ്സ് പോലത്തെ അതൊക്കെ കണ്ടിട്ട്, അത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുന്ന പ്രവണതയാണ്. സപ്ലിമെന്റ്സ് കുറെ എടുക്കുക. ഇപ്പോൾ പ്രോട്ടീൻ ടാബ്ലറ്റ് കുറെ എടുക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലറ്റ് കുറെ എടുക്കുക, എക്സ്ട്രാ പ്രോട്ടീൻ പൗഡർ എടുക്കുക, ഗ്ലൂട്ടാത്തയോൺ കഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഹാബിറ്റ്സുകൾ ഉണ്ടാവും. അവർ സ്വന്തമായിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കുക. ശരിക്ക് ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പം എനിക്കുള്ള ഡയറ്റ് ആവില്ല മാഡത്തിന് ഉണ്ടാവുക, അതാവില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഡയറ്റാണ്. അവരുടെ BMI, ബോഡി വെയിറ്റ് എത്രയാണ്, അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ എത്രയാണ്, അവർക്ക് എത്രത്തോളം പ്രോട്ടീൻ കുറവുണ്ടോ, എനിക്ക് വൈറ്റമിൻ കുറവുണ്ടാവാം. ഒരു അസ്യൂം ചെയ്തുകൊണ്ട് വൈറ്റമിൻ B ഗുളി കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻ D ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അത് അത് കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ അതിന്റെ അളവ് ശരീരത്തിൽ കൂടിയാലും പ്രശ്നമാണ്. മിതമായിട്ട് കഴിക്കണം. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ടോ ലാബ് പോയി ടെസ്റ്റ് ചെയ്തിട്ട് അത് കുറവാണെങ്കിൽ അത് എടുക്കാം, സപ്ലിമെന്റ് എടുക്കാം. സപ്ലിമെന്റ് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് കുറവാണെങ്കിൽ മാത്രം. ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് നമ്മളെ ലിവർ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൊന്ന് ഈ ഒരുപാട് വയസ്സാകുന്ന പ്രവണതയെ കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലൂട്ടാത്തയോൺ. ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. പക്ഷെ അത് ലിമിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ ഒരു 250 മുതൽ 500 മില്ലിഗ്രാം വരെയൊക്കെ ഒരാൾക്ക് എടുക്കാം. അതും അമിതമാകാൻ പാടില്ല. അത് ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരം സ്വമേധയാ ഉണ്ടാക്കുന്നൊരു ഘടകമാണ്. അത് ഉണ്ടാക്കാതിരിക്കുന്ന സമയത്തൊക്കെയാണ് അത് കൃത്യമായിട്ട് ശരീരത്തിൽ ഇല്ലെങ്കിൽ മാത്രമാണ് അവിടെ എക്സ്റ്റേണൽ സപ്ലിമെന്റിന്റെ ആവശ്യമുള്ളൂ. അത് അമിതമായിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ശരീരത്തിൽ ഇത് ഉൽപ്പാദനം കുറയും. പിന്നെ ശരീരത്തിൽ എടുക്കും. പിന്നെ നമ്മൾ കാലാകാല ഗ്ലൂട്ടാത്തയോൺ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതിൻ്റെ സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളുണ്ടാവും. നോർമലി ഗ്ലൂട്ടാത്തയോൺ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നോർമലി ഗ്ലൂട്ടാത്തയോൺ എടുക്കാം. ഗ്ലൂട്ടാത്തയോൺ കുറവാണോ അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് കുറവാണോ, നമുക്ക് ശരീരത്തിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ലിമിറ്റഡ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം 250 മില്ലിഗ്രാം ടു 500 ഗ്രാം വരെ ഒരു സാധാരണ ഒരാൾക്ക് എടുക്കാവുന്നതാണ്.
ഈ സപ്ലിമെന്റ് ഒക്കെ അങ്ങനെ തന്നെ. വൈറ്റമിൻസ് കുറവുണ്ടെങ്കിൽ അത് എടുക്കണം, കുറവില്ലെങ്കിൽ അത് എടുക്കണ്ട. ഇപ്പോൾ ഏത് വൈറ്റമിൻ ആണോ കുറവ് അതും നേരെ സപ്ലിമെന്റിലേക്കല്ല പോവുക. അപ്പോൾ വൈറ്റമിൻ സപ്ലിമെന്റ്, ഇപ്പോൾ വൈറ്റമിൻ എ ഉള്ള ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, അത് കഴിക്കണം. അപ്പോൾ സപ്ലിമെന്റ് നേരെ എടുക്കുന്ന എളുപ്പമാണല്ലോ, അതിലുള്ള ആഹാരങ്ങൾ നിലവിൽ അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ വൈറ്റമിൻ ഡി ആണെങ്കിൽ ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്നും കിട്ടൂല. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. വളരെ എഗ്ഗിലൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, വളരെ എഗ്ഗിൽ അതുപോലെ ലിവർ അതിലൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ടുണ്ടാവുക നമ്മളുടെ സൂര്യപ്രകാശത്തിലാണ്. അപ്പം ആ ഒരു സൂര്യപ്രകാശം കൊള്ളുക തന്നെ വേണം. അപ്പോൾ അത് എത്രത്തോളം കിട്ടിക്കൊള്ളുന്നില്ല, അപ്പോൾ അത് സപ്ലിമെന്റ് ആവശ്യമായിട്ട് വരും. അത് എത്രത്തോളം കുറവാണോ, അവർ വൈറ്റമിൻ ഡി 6000 എടുക്കണോ 10,000 എടുക്കണോ, അവർക്ക് എത്രത്തോളം കുറവുണ്ട്, 30 കുറവാണോ, അത് 20 കുറവാണോ, 10 കുറവാണോ, അതിനനുസരിച്ചിട്ടാണ് അത് എടുക്കുക. അപ്പോൾ ഓരോന്നും കുറവാണോ കൃത്യമായി ഡയഗ്നോസ് ചെയ്തതിനു ശേഷം മാത്രം കൃത്യമായിട്ട് വൈറ്റമിൻസ് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാൻ നോക്കും. ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും സ്ത്രീകളായാലും പുരുഷനായാലും ലിംഗഭേദമന്യേ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒന്നാണ് കോസ്മെറ്റിക്സിന്റെ ഉപയോഗം. അതിൽ കെമിക്കൽസ് ഉണ്ടെന്ന് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിങ്ങനെ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ബാൻ ചെയ്യാത്തത് എന്നുള്ളൊരു കാരണം പറയാൻ പറ്റും? അത് ബാൻ ചെയ്യാത്തതിൻ്റെ കാരണം അത് പ്രധാനമായിട്ട് ഇന്ന് നമുക്കറിയാം, സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സൗന്ദര്യവർദ്ധകം. ആദ്യം അത് സ്ത്രീകളിൽ മാത്രമുള്ളായിരുന്നു കൂടുതലായിട്ട്. ഇപ്പം അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ സ്ത്രീകളാണെങ്കിലും ഒക്കെ അത് ഇത്തരത്തിലുള്ള ലിപ്സ്റ്റിക് ആണെങ്കിലും ലിപ് ബാം ആണെങ്കിലും അത്തരത്തിലുള്ള ഫേസ് ക്രീമുകളാണെങ്കിലും ലോഷൻസ് ഇങ്ങനെ ഷാമ്പു ഒക്കെ ആണെങ്കിലൊക്കെ അത് അമിതമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഉപയോഗം പലതരത്തിലുള്ള അസുഖങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും. അതിലുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ചിലത് പറയാറുണ്ടല്ലോ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങും. പക്ഷെ അത് ആ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് കുറേ നേരം നിൽക്കുന്നു. അവിടെ ആ കുറേ നേരം നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഹെവി മെറ്റൽസ് ലെഡ് പോലെയുള്ളത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും. നോർമലി ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കെമിക്കൽസ് അതിലുണ്ട്. ഇപ്പോൾ പാരബൻസ് പോലെയുള്ള ഫ്താലൈറ്റ് പോലെയുള്ള സൾഫേറ്റ്, ഫോർമാൽഡിഹൈഡ്, ലെഡ്, ടാൽക്കം പൗഡർ, ഇങ്ങനെ ഒരുപാട് കെമിക്കൽസിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കൽസൊക്കെ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കുക. ക്യാൻസർ ഉണ്ടാക്കും, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ നോർമൽ ക്യാൻസർ, അതുപോലെ തന്നെ ആസ്മാറ്റിക് കംപ്ലൈൻറ്റ് ഉണ്ടാവും, അലർജി ഉണ്ടാക്കാറുണ്ട്, ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഓരോ ആളുകളിലും ഉണ്ടാവും. ഇതൊന്നും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വീഡിയോക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജസ്റ്റ് പുറത്തൊക്കെ ഔട്ടിങ് പോണ സമയത്ത് അതിങ്ങനെ ഉപയോഗിക്കുക. അത് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പറഞ്ഞ കണ്ടന്റുകൾ അതിലുണ്ടോ അല്ലേ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊരാൾക്കും ട്യൂബ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ പുറത്ത് എഴുതിയ കൃത്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ ഇത്തരത്തിലുള്ള സൾഫേറ്റോ പാരബൻസോ ഫ്താലേറ്റോ ഫോർമാൽഡിഹൈഡോ ലെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളത് ഒഴിവാക്കുക. അങ്ങനെ അത് ഇല്ലാത്തത് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ട്. ആയുർവേദിക്കായിട്ടും മറ്റു നാച്ചുറൽ പ്രൊഡക്റ്റുകൾ ഒരുപാട് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെ ചോദ്യം ഇതെന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്നുള്ളതാണ്, ബാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ബാൻ ചെയ്തു പോയാൽ ടിക്ടോക്ക് അല്ലെ നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ പൂട്ടി പോകുന്നതാണ്. എല്ലാവരും ആ ഒരു ഇതിലാണ്. അഡിക്ഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ കെമിക്കൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരെ അത് അഡിക്ഷൻ ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി, ഇപ്പം ജസ്റ്റ് ഒരു ഡോക്ടർ തന്നെയാണ്, അവരുടെ ഒരു കുട്ടി, ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് ഇടണം. കുട്ടി എന്ന് പറഞ്ഞാൽ 6 വയസ്സിന്റെ താഴെയാണ്. 6 വയസ്സിന്റെ താഴെ ചെറിയ UKG പഠിക്കുന്ന കുട്ടിയാണ്. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക് വേണം, ഫേസ് ക്രീം വേണം. ഇന്നാലെ പുറത്തേക്ക് ഇറങ്ങാൻ ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളൂ. അപ്പോൾ അത് ശീലമായതാണ്, മുതിർന്ന ആളുകൾ ചെയ്യുന്നത് കണ്ട് ശീലമായതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്നുള്ളതിന് ചോദ്യം ഒന്നുള്ളൂ. ഇന്നിപ്പം ആൽക്കഹോള് തെറ്റാണ് എന്നെല്ലാവർക്കും അറിയാലോ, ഗവൺമെന്റിന് അറിയാലോ, നിരോധിക്കുന്നൊന്നുമില്ലല്ലോ. സ്മോക്കിംഗ് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇൻജുറീസ് ടു ഹെൽത്ത്, പക്ഷെ അതും അത് നിരോധിക്കുന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഇത് നിരോധിക്കുക എന്നുള്ളതല്ല, ഇത് നമ്മളതിനെ കുറിച്ച് അവബോധരാവുക എന്നുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് അവബോധരാവുക, അതിനെക്കൊണ്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറക്കണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് ഈ കണ്ടന്റുകൾ ഒഴിവാക്കിയ ഈ കണ്ടന്റുകൾ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. അത് നമുക്ക് എല്ലാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, എന്നാൽ വേണ്ട ChatGPTയിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാനോ, ജസ്റ്റ് അതിൻ്റെ പേരടക്കം നമുക്ക് പറയും ഹെൽത്തി കണ്ടന്റുകൾ എന്തൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, വീട്ടിൽ അലോവേര, നീം, തുളസി, കുർക്കുമിൻ, മഞ്ഞളിൽ നിന്നുണ്ടാക്കുന്ന, അതുപോലെ കൊക്കനട്ട് ഓയിൽ, ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് വരുന്ന ഒരുപാട് നാച്ചുറൽ പ്രൊഡക്റ്റുകളുണ്ട്. ലിപ് ബാം ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഷാമ്പു ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ പല പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. അപ്പം നമ്മളുടെ ഇപ്പം ഈ പാരബൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. പാരബൻ പൊതുവെ ഷാമ്പൂലും അതുപോലെ ലോഷനിലൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഉപയോഗം ബ്രസ്റ്റ് ക്യാൻസർ, ലേഡീസിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ, കുട്ടികൾ ഉണ്ടാകാത്ത ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാൻ കാരണം.
നോർമലി ടാക്കം പൗഡർ ഉണ്ടല്ലോ, കൂടുതലായിട്ട് ടാക്ക് അടങ്ങിയിട്ടുള്ള ടാക്കം പൗഡർ കുട്ടികളൊക്കെ നമ്മൾ പൗഡർ വാരിപ്പൊത്തുന്നു. പക്ഷെ അതാണെങ്കിലും നമ്മൾ കളിയാക്കി പറയാറുണ്ട്, ഒരുപാട് പുട്ടിയിടുന്നൊക്കെ പറയാറുണ്ട് ഫൗണ്ടേഷൻ ഒരുപാട് ഇടുമ്പോൾ. അത് ഒരുപാട് ആസ്മ ഉണ്ടാക്കാൻ, അലർജി ഉണ്ടാക്കാൻ ഒരുപാട് കാരണമുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് നമ്മളത് കുറച്ച് കൊണ്ടുവരിക, എന്നിട്ട് കുറച്ചുകൂടെ ഹെൽത്തി പ്രൊഡക്റ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. ഡോക്ടറിന്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലൊക്കെ സമീപിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കോസ്മെറ്റിക്സ് പരമായിട്ട് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ പൊതുവെ ഞാൻ അങ്ങനത്തെ കേസുകൾ നോക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂറോളജി ആൻഡ് സെക്സോളജി കേസ് മാത്രമേ നോക്കാറുള്ളൂ. മറ്റു കേസുകൾ എൻ്റെ ക്ലിനിക്കിൽ തന്നെ ഡോക്ടർമാർ വേറെ ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്, അവരാണ് ആ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാറ്. അങ്ങനത്തെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഇപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അലർജി കാണും. ചില അലർജി ഉള്ള ആളുകൾക്ക് ചില ഇത്തരത്തിലുള്ള കെമിക്കൽ അലർജി ഉണ്ടെങ്കിൽ അത് പുരട്ടി ഉടനെ തന്നെ തണുക്കുന്നതും ചൊറിച്ചിലുണ്ടാവുന്നതും റിയാക്ഷൻ ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് നമുക്ക് കാണാറുണ്ടല്ലോ. അതുണ്ടാവും, അപ്പുറത്ത് ഡോക്ടർ അടുത്ത് വരും. അതല്ല, മറ്റു ഈ പറഞ്ഞ സൈഡ് എഫക്റ്റുകളൊക്കെ ലോങ് ടേമാ. ഇന്ന് നമ്മൾ ഉപയോഗിച്ചു, നാളെ ഉപയോഗിച്ചു, 1 വർഷം ഉപയോഗിച്ചു, 2 വർഷം ഉപയോഗിച്ചു, ഭാവിയിലാണ്. ഇപ്പൊ കുട്ടികളെപ്പോഴൊക്കെ ഉപയോഗിച്ചു, ഭാവിയിൽ അവർക്ക് കുട്ടികളുണ്ടാകാത്ത സാഹചര്യം വരുന്നു, ഭാവിയിൽ ഇത് ക്യാൻസറിലേക്ക് മാറുന്നു. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഉണ്ടോ ഇല്ലേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഇപ്പൊ തന്നെ ലിമിറ്റ് ചെയ്യുക. ഇതിൽ അമിതമായിട്ട് ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ ഉള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണല്ലേ. ഓക്കെ, അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ആൾക്കാരുടെ ഇടയിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പോൾ ആ ഫാറ്റി ലിവർ മൊത്തമായിട്ടൊന്ന് മാറ്റി അതിൻ്റെ ഗൗരവങ്ങളൊക്കെ ഒന്ന് കുറച്ച് ലിവർ ഹെൽത്തി ആക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ? നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആ പേര് തന്നെ ഉണ്ട്. നോർമലി ആൽക്കഹോൾ കഴിച്ചാൽ ലിവർ കേടാവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ഇത് ആൽക്കഹോൾ കഴിക്കണ്ട. ആൽക്കഹോൾ കഴിക്കാതെ നോർമലി നമ്മുടെ ശരീരത്തിലെ ലിവറിന് ഉണ്ടാവുന്ന പ്രശ്നം നോൺ ആൽക്കഹോളിക് ലിവർ ഫാറ്റി ലിവർ. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഞങ്ങൾ ചോദിച്ച ചോദ്യം. അപ്പൊ അത് നമ്മളുടെ ഭക്ഷണ രീതിയിലൂടെ വരുന്നതാണ്. നോർമലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽസിനെ, അനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നതും അതിനെയൊക്കെ വിഘടിക്കുന്നതൊക്കെയാണ് നമ്മുടെ ലിവറിന്റെ ജോലി, ലിവറിന്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ അത് അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അമിതമായിട്ട് ഓയിലി ഫുഡ് കഴിക്കുക, ഈ പാക്കറ്റ് ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുക, ഇത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ലിവറിനെയാണ് ബാധിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഒരേ ഒരു അവയവം, അഥവാ എത്ര നശിച്ചാലും ചെറിയൊരു പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വലുതായി വരുന്ന ഒരേ ഒരു അവയവം ലിവറാണ്. അതുകൊണ്ടാണ് ഇത്രയും ലിവറിന് അധികം പ്രശ്നമില്ലാത്തത്. എന്നിട്ട് പോലും ലിവർ പ്രശ്നമാണ്. ഈവൻ നമ്മളുടെ ഒക്കെ തന്നെ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്കൊക്കെ ഉണ്ടാവും ഗ്രേഡ് 1 ഫാറ്റി ലിവർ. അത് കോമൺ ആണ് ഗ്രേഡ് 1. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇന്ന് എക്സസൈസ് ഇല്ല, ഇന്ന് എല്ലാവരും കഴിക്കുന്ന ആഹാരങ്ങൾ ഇതാണ്. മുമ്പത്തെ പോലെയല്ല, എല്ലാ ആഹാരത്തിലും അഡിക്ഷൻസും മറ്റും അഡിറ്റീവ്സ് ചേർക്കുന്നുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അതെ, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ല. നമ്മൾ കോഴിക്കോടാണെങ്കിലും മലപ്പുറം ആണെങ്കിലും ആഹാരത്തിന്റെ സെന്ററുകളാണ്, ഒരുപാട് ആഹാര സെന്ററുകളാണ്. ആഹാരം കഴിക്കുന്നതിനല്ല, അത് അമിതമായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഒരുപാട് പ്രൊഫഷൻ കുറെ വലുതായി, ഒരുപാട് സാമ്പത്തികം ഉണ്ടായി, നല്ല ഫാമിലി ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല ആരോഗ്യം വേണം. വ്യക്തിപരമായിട്ട് നമുക്കൊരാൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ഫാമിലി ഉണ്ടായിട്ടും നല്ല പ്രൊഫഷൻ ഉണ്ടായിട്ടും സമ്പാദ്യം ഉണ്ടായിട്ടും ഒക്കെ കാര്യമുള്ളൂ. അപ്പൊ അത്തരത്തില് ഈ ഒരു ആഹാരങ്ങൾ, ഈ നോൺ ആൽക്കഹോളിക് ലിവറിനെ എങ്ങനെ ഹെൽത്തി ആക്കാം? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നല്ല കൂടുതലായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ളത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡുകൾ വല്ലപ്പോഴും കുഴപ്പമില്ല. വല്ലപ്പോഴും നമ്മൾ മാസത്തിൽ നമ്മൾ ഔട്ടിങ് പോകുന്ന സമയത്ത് 1 വട്ടം 2 വട്ടം 3 വട്ടം കുഴപ്പമില്ല. ഇത് സ്ഥിരം നമ്മൾ രാത്രി ഡെയിലി അതാണ്. ഡെയിലി ഒരു അധിക വീടുകളിലും ഫുഡ് കുക്ക് ചെയ്യുന്നതില്ല. ഒന്നെങ്കിൽ അത് വാങ്ങുന്നു, അല്ലെങ്കിൽ പുറത്ത് ഔട്ട് പോകുന്നു, കഴിക്കുന്നു. ആ ഒരു ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട്. പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാ ആഹാരത്തെ കുറിച്ചും അല്ലാട്ടോ പറഞ്ഞത്. പുറത്തുനിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫുഡുകൾ ഹോട്ടലുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഫുഡുകളല്ല പറഞ്ഞത്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡുകളും അതിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ളതും ഫ്രൈ ചെയ്തിട്ടുള്ളതും പൊരിച്ചതായിട്ടുള്ളത് അങ്ങനത്തെ ഒഴിവാക്കുക. കൂടുതലായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക. ഈ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വൈറ്റമിൻ എ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ധാരാളമായിട്ട് കഴിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഇത് ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, വെള്ളം നല്ലോണം കുടിക്കുക. നമുക്ക് നല്ല നമ്മുടെ ലിവറിനെയും ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം, ഒരു എന്താ പറയുക, നല്ലൊരു ഭക്ഷണ ശൈലി, ജീവിതശൈലിയിൽ രോഗം വരാതിരിക്കാനുള്ളൊരു ഭക്ഷണ ശൈലി, ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ അതെന്തൊക്കെയാണെന്നൊന്ന്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പറയാൻ പറ്റുക. ഇപ്പം നമ്മളെ ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ ഇപ്പം എന്തുകൊണ്ട് അല്ലെങ്കിൽ 20 വയസ്സുള്ള മുകളിൽ എല്ലാവരും ഇത് ശ്രദ്ധിച്ചാൽ അവർക്കൊരു അസുഖവും വരില്ല എന്ന് അർത്ഥമല്ല അതിന്. കാരണം നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച ആളുകളിലും അസുഖം വരാറുണ്ടല്ലോ. അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാത്ത ആളുകൾക്കും ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട്, പക്ഷേ 20 വയസ്സുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ
മാക്സിമം നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ജീവിതശൈലി അസുഖങ്ങൾ മാറ്റാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ. ഒന്ന് ഡയറ്റ് കൺട്രോളാണ്. കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇതിൻ്റെ ആൻസർ. കൃത്യമായിട്ട് നമ്മുടെ ആഹാരത്തിൽ മിതത്വം പാലിക്കുക. ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. നമ്മൾ അമിതമായിട്ട് വാരി വലിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡും ഫ്രൈഡും അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക. ലിമിറ്റ് ചെയ്ത് കഴിക്കുക. കാർബോ വേണം, അത് ഷുഗറുള്ള ആളുകളാണെങ്കിൽ കാർബോ കുറച്ച് കുറക്കണം. പ്രോട്ടീന് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഫ്രൂട്ട്സ് എല്ലാം വേണം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. രണ്ടാമത്തെ വെള്ളം നല്ലോണം കുടിക്കുക എന്നുള്ളതാണ്. ഒരു ആവറേജ് ഒരു 75 കിലോയിലുള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം. 50 കിലോയിലുള്ള ഒരാൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം മിനിമം. അതിന് കൂടുതലായിട്ട് ചൂടുള്ള കാലാവസ്ഥ, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് കുടിക്കേണ്ടി വരും. ആ ഒരു കാര്യങ്ങൾ വെള്ളം നല്ലതായിട്ട് കുടിക്കുക. പിന്നെ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യുക. മുമ്പത്തെ അപേക്ഷിച്ച് എല്ലാത്തിനും നമ്മൾ വണ്ടി എടുത്താണല്ലോ പോകുക. നമ്മുടെ തൊട്ടടുത്തുള്ള കടയൊക്കെയാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോകും. അപ്പോൾ അത് എക്സസൈസ് ചെയ്യുക, അത് നടത്താനും മതി. അല്ലെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ ബാഡ്മിന്റൺ, അല്ലെങ്കിൽ സൈക്ലിങ്, ഇങ്ങനെ എന്താണോ എക്സസൈസ് നമുക്ക് പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം. സമയം കണ്ടെത്തുന്നില്ല. അതെ പ്രാക്ടീസ് ആയിട്ട് നമ്മൾ നോർമലി നമ്മളുടെ ലൈഫ്, പഠനം, ജോലി അങ്ങനെ പോകുന്നു. ബിസി ഷെഡ്യൂളാണ്. മുമ്പത്തെ കാലത്തൊന്നും ഈ ഒരു എക്സസൈസിനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ആൾറെഡി നടക്കുന്ന ആളുകളായിരുന്നു, അവരുടെ വർക്ക് എങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് നമ്മൾ ഷെഡ്യൂളിൽ വരുത്തണം. ഒരു 40 മിനിറ്റെങ്കിലും ഒരു ആവറേജ് എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുക ലൈഫ് സ്റ്റൈലിൽ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റു സ്ട്രെസ്സ് മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അമിതമായിട്ട് വർക്ക് ലോഡ് വരികയാണെങ്കിൽ, വർക്ക് സ്ട്രെസ് വരികയാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ടല്ലോ, നന്നായിട്ട് ശ്വാസം നന്നായിട്ട് വലിച്ചിട്ട് ഒരു കുറച്ച് 7 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ബ്രീത്തിങ് നന്നായിട്ട് പുറത്തേക്ക് എക്സൈൽ ചെയ്യുക, നന്നായിട്ട് ശ്വാസം പുറത്ത് വിടുക. അങ്ങനെ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് ഹോർമോൺസ് കുറക്കും, ഡോപ്പമൈൻ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ജേണൽസ് ചെയ്ത് നമ്മൾ താങ്ക്സ് നോട്ട് ചെയ്തുക. അപ്പം അന്ന് നമ്മളോട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾക്കൊക്കെ നമ്മളൊരു താങ്ക്സ് നോട്ട് ചെയ്തുക, ഇന്ന് ഇത് ചെയ്തതിന് താങ്ക് യു. അതെ, അത് ചെയ്യുമ്പോൾ നമ്മളെ മെന്റലും, കിട്ടുന്ന ആളുകളുടെ മെന്റൽ ആൾറെഡി ഓക്കെ, നമ്മളുടെ മെന്റലി നമ്മൾ ഹാപ്പി ആവുകയാണ്, നമ്മുടെ സ്ട്രെസ് കുറയാണ്. ഇങ്ങനെ സ്ട്രെസ് കുറയാനുള്ള പല കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പോലെ. അപ്പം അത് നമ്മുടെ സ്ട്രെസ് കുറക്കുക. ആ സ്ട്രെസ് കുറക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെസ് കാരണം വരുന്ന ജീവിതശൈലികളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം ഒക്കെ നമുക്ക് ഭാവിയിൽ മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ ഹാർട്ട് അറ്റാക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ വിട്ടുപോയൊരു ചോദ്യമാണ്, ഹാർട്ടിൽ ബ്ലോക്ക് വന്നതിന് ശേഷം ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെ നമ്മൾ റിവേഴ്സ് ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാർഡിയാക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവാം, ബ്ലോക്ക് ഒക്കെ വന്നതിന് ശേഷം ഒരു പല ചികിത്സകൾ എടുത്തിട്ടുണ്ടാവും. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവും അതിനനുസരിച്ച് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. ആൻജിയോഗ്രാം ചെയ്ത് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അധികമൊന്നും ബ്ലോക്കല്ല, ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിട്ടുള്ളെങ്കിൽ അതിനനുസരിച്ച് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ എക്സസൈസിൽ ഉണ്ടാകുന്ന കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ സർക്കുലേഷൻസ് കൂടാൻ വേണ്ടിയിട്ട്, ശരീരത്തിലേക്ക് അമിതമായിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഒക്കെ അത് വർക്കൗട്ടിലൂടെ കുറച്ച് പുറത്ത് കളയാൻ, എനർജി ആയിട്ട് കളയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള എക്സസൈസ്, കൃത്യമായിട്ടുള്ള ഭക്ഷണത്തിലെ നിയന്ത്രണം. അപ്പം നോർമലി ഒരു വിധം എവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, അവിടുന്ന് ഒരു കാർഡിയാക് അറ്റാക്കിന് ശേഷം, ഒരു പ്രശ്നത്തിന് ശേഷം ഒരു ഡയറ്റീഷ്യൻസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ എന്തൊക്കെ കഴിക്കണം, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കഴിക്കാൻ പാടില്ല. കാരണം ആൾറെഡി മറ്റുള്ള ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുന്ന പോലെയല്ല, ഇവർക്ക് ആൾറെഡി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് അതിനെ എടുക്കണം. ഇനി അടുത്തൊരു അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഡയറ്റിൽ ഇന്നതൊക്കെ കഴിക്കുക, ഇന്ന സമയങ്ങൾ ഇന്നത് കഴിക്കുക, ഇത്ര ലിമിറ്റ് ചെയ്ത് മാത്രം കഴിക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് പ്രകാരം ഡയറ്റ് ഫോളോ ചെയ്യുകയും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, റിക്കവർ ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, ഇപ്പം കാർഡിയാക് ആണെങ്കിലും മറ്റു പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, ഇത് നമ്മൾ ഇടയ്ക്ക് ആവശ്യാനുസരണം, ഇതിപ്പോൾ കൂടുതലുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ കൂടുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അപ്പം ആ ഒരു ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇടവേളകളിൽ കൃത്യമായിട്ട് ടെസ്റ്റുകൾ ചെയ്യുക. ലബോറട്ടറിയിൽ പോയിട്ട് ടെസ്റ്റുകൾ ഡോക്ടറിനെ നിർദ്ദേശിക്കും, ഇത്ര ഗ്യാപ്പിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടെസ്റ്റ് റിപ്പോർട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം നമ്മുടെ ആരോഗ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യം ഇപ്പം കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്നത് അതൊരു സ്കാം ആണോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്.
അതിൽ ഇപ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പല രീതിയിലുണ്ട്. നോർമലി നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന ലാബുകളിലൊക്കെ ഒരു ഫുൾ ചെക്കപ്പ് പറഞ്ഞാണ്ട് 500 രൂപക്ക് 750 രൂപക്ക്, അതൊന്നും പ്രത്യേകിച്ച് സ്കാം ഒന്നുമില്ല. അതെല്ലാ ആളുകൾക്കും ആവശ്യമുള്ള ടെസ്റ്റുകളാണ്. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ അടുത്ത് വന്നിരുന്നു, ഓൺലൈൻ പേഷ്യൻ്റ് ആയിരുന്നു. അവർ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ചെക്കപ്പ് ചെയ്ത ഷീറ്റുകളാണ് ആ ലിസ്റ്റ് അയച്ചപ്പോൾ PDF തന്നെ ഒരുപാട് പേജുകൾ. അപ്പം ഇത് അത്തരത്തിലൊരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് വളരെ വൻ ചിലവ് 8,000-9,000 രൂപയുള്ള ടെസ്റ്റുകളാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് അനാവശ്യമായുള്ള ടെസ്റ്റുകളാണ്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ അനാവശ്യമായുള്ളതാണ്. അപ്പോൾ ഏതൊരു രോഗിക്കും ആ ടെസ്റ്റ് അവരെന്തെങ്കിലും അസുഖം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവർക്ക് എന്താണോ പ്രശ്നമുള്ളത് അതിനനുസരിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. ആദ്യം ഒരു ബേസിക് ടെസ്റ്റ് ചെയ്യും, അതിൽ ഏതെങ്കിലും ഒരു വേരിയേഷൻസ് കണ്ടാൽ അതിനനുസരിച്ച് അതിൻ്റെ ഫർദർ ടെസ്റ്റുകൾ ചെയ്യും. അങ്ങനെയുണ്ട്. ഒരുമിച്ച് ആ ഒരു രോഗിക്ക് ഒരിക്കലും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ടെസ്റ്റ് പോലും എഴുതി കൊടുത്തിട്ട് അത് ഫുള്ള് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു സ്കാമും പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ചെയ്യുന്ന എല്ലാം സ്കാം ആണോ എന്ന് പറയാറുണ്ട്. നോർമലി നമ്മളുടെ ഒരു ആവറേജ് ടെസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഏതൊരാളും പറയാറുണ്ട്, പാരമ്പര്യമുള്ള ആളുകളാണെങ്കിൽ, ഹെറിഡിറ്ററി അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് ഇന്നത്തെ ജീവിതശൈലിയിൽ പോകുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ നോർമൽ ചെക്കപ്പുകളൊക്കെ ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് 500 രൂപ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇങ്ങനെ നോർമൽ ബ്ലഡ് ടെസ്റ്റ്, CBC ഒക്കെ ഇത് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബോർഡർ ലൈനിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങുകയാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള ടെസ്റ്റുകൾ 6 മാസം കൂടുമ്പോൾ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വീക്കിലി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മന്ത്ലി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നതാണോ കുറച്ചുകൂടി ബെറ്റർ? ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങനെ ചെയ്യണ്ട. ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് അസുഖമുള്ള ആളുകൾ മാത്രം, ഇപ്പം ഷുഗർ സ്ഥിരമായിട്ടുള്ള ആളുകൾ അവർ ചിലപ്പം എത്രത്തോളം ഷുഗർ ഉണ്ടോ അതിനനുസരിച്ച് 2 മാസത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ അസുഖമൊന്നും ഇല്ലാത്ത സാധാരണ ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ ഹോമിയോപ്പതിയും അലോപ്പതിയും ഒരുമിച്ച് ഉപയോഗിച്ചാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. നോർമലി ഇപ്പോൾ ഒരു അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഒരാൾ, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ ഷുഗറുള്ള ആൾ വന്ന് ചോദിക്കും, നമ്മൾ ഇന്ന അസുഖത്തിന് ഹോമിയോ എടുക്കുമ്പോൾ പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ സംശയമാണത്. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് ബേസിക്കലി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുള്ള കാരണം അവരുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു, രാവിലെ കഴിക്കേണ്ട മരുന്ന് ഇംഗ്ലീഷ് മരുന്നുണ്ട്. അപ്പം ആ സമയത്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ കഴിഞ്ഞിട്ട് വേണം ഹോമിയോപ്പതി മരുന്ന് കഴിക്കാൻ. ഒരു ഗ്യാപ്പ് കിട്ടണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് മരുന്ന് കുറച്ച് ഡോസ് കൂടിയ മരുന്നാണ്, കുറച്ചുകൂടെ ക്രൂഡ് കെമിക്കൽ ഫോം ആണ്, കുറച്ച് ഡോസ് കൂടിയ മരുന്നുകളുണ്ടാവും. പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും ആന്റിബയോട്ടിക് ആണെങ്കിലും സ്റ്റിറോയിഡ് ആണെങ്കിലും കുറച്ച് ഡോസ് കൂടുതലായിരിക്കും. ഹോമിയോപ്പതി വളരെ ഡയലൂട്ട് മെഡിസിനാണ്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് കഴിച്ച് എഴുതിയിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഹോമിയോപ്പതിയുടെ ആക്ഷൻ കുറയും ഒരേ സമയത്ത് കഴിച്ചാൽ. രണ്ടും ഒരുമിച്ച് വായിലേക്കിട്ട് കഴിച്ചാൽ, ഒരു മരുന്ന് കഴിച്ചിട്ട് ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റത് കഴിക്കാം, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ 2 മരുന്ന് തമ്മിൽ കഴിച്ച് ചെയ്ത് വേറെ സൈഡ് എഫക്റ്റുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഹോമിയോപ്പതിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇതിന് ദൂഷ്യഫലങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടറിനോട് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള തെറ്റിദ്ധാരണ ആണ് മാറ്റാം? ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്ക് അറിയാം, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലൊക്കെ ഹോമിയോപ്പതിക്കെതിരാണെങ്കിലും ആയുർവേദത്തിനെതിരാണെങ്കിലും ഒരുപാട് ആളുകൾ, ഒരു പറ്റം ആളുകളുണ്ടാവും. അപ്പം കോമൺ ആയിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പ്രധാനമായിട്ട് ഒരു ആളുകളുടെ ചോദ്യമാണ്, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കുന്ന ആളുകളാണ്, നിങ്ങൾ എല്ലാ അസുഖത്തിനും ആ ചെറിയ മണി ഗുളികകളെല്ലാം കൊടുക്കുന്നതെന്നുള്ള ചോദ്യമാണ്. അപ്പം അതിൻ്റെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് എനിക്ക് ആ മിഠായി വേണം, സാധാരണ ഡോക്ടർക്ക് പോകുമ്പോൾ മരുന്ന് വേണ്ട കരയുന്ന കുട്ടികൾ മരുന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരും, വെറുതെ തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികൾ വരും. അപ്പം അത് ആ ഒരു ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ഒരു നോളജ് കൊണ്ട് ചോദിക്കും, എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുന്ന ആ ചെറിയ ഉരുണ്ട ഗുളികകളല്ലേ എന്നുള്ള ചോദ്യം. അങ്ങനെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ട, അത് ജസ്റ്റ് ഒരു വെഹിക്കിൾ മാത്രമാണ്. അപ്പം അത് നമ്മൾ അതിന് ഗ്ലോബ്യൂൾസ് എന്നാ പറയുക, ഗ്ലോബ്യൂൾസ് അത് ജസ്റ്റ് ഒരു വെഹിക്കിൾ മാത്രമാണ്. അതിൽ മെഡിസിൻ ഒന്നും ഇല്ല. നോർമലി അതിൽ നമ്മൾ മെഡിസിൻ ആഡ് ചെയ്യാണ് ചെയ്യുക ക്ലിനിക്കിൽ നിന്ന്. അപ്പം നമ്മൾ ആ ഫാർമസിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്ലിനിക്കിൽ നിന്ന് ഈ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ അവരുടെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്പെൻസ് ചെയ്തിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പം ഒരാൾക്ക് ഉറ്റിച്ച മരുന്നല്ല അതിലേക്ക് മറ്റൊരാൾക്ക് ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ടാവുക. ആ മെഡിസിൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത്, അത് ചെറിയ ഹോമിയോപ്പതി ഗുളികകളാണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും തുള്ളിമരുന്നാണെങ്കിലും ഒക്കെ. മുമ്പൊക്കെ ആ ഒരു ചെറിയ ഗുളികൾ മാത്രമുള്ളായിരുന്നു. ഇന്ന് പല രീതിയിലുള്ള ഓയിൽമെൻറ്റുകളും ടാബ്ലറ്റുകളും പല രീതിയിലുള്ള സിറപ്പുകളും ഗുളികളൊക്കെ ഇന്ന് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അതൊക്കെ അതിൽ ആഡ് ചെയ്യുന്ന കണ്ടന്റ് ആണ്
അതിൽ മാറ്റം ഉണ്ടാവാം. അതാണ് ഒന്നാമത്തെ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കുന്നു, അപ്പൊ നിങ്ങൾ എന്ത് മാറ്റുന്നു, നിങ്ങൾ പ്ലാസിബോ അല്ലേ, സാധാരണ നിങ്ങൾ പ്ലാസിബോ അല്ലേ, പച്ചവെള്ളം കൊടുക്കല്ലേ, പറ്റിക്കാണോ, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അത് പിന്നെ നോർമലി ഹോമിയോപ്പതി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹോമിയോപ്പതി കഴിച്ചിട്ട് എഫക്റ്റ് ഉള്ള ആളുകൾ ചോദിക്കൂല, കാരണം അവർക്ക് എഫക്റ്റ് ഉണ്ടല്ലോ, അതിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ആളുകൾ ചോദിക്കാറുണ്ട്, അത് പ്ലാസിബോ അല്ലേ, അത് പച്ചവെള്ളം അല്ലേ, അത് നിങ്ങൾ പറ്റിക്കലല്ലേ എന്നൊക്കെ. അപ്പൊ അതിനർത്ഥം അതിന് ജസ്റ്റ് ഒരു ഉദാഹരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് ചിലർ പറയും, പനിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പനി നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും തൽക്കാലം മാറുന്നതാണെങ്കിലോ. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കിഡ്നി സ്റ്റോണ് മറ്റു ഹോസ്പിറ്റലിൽ പോയാൽ 15 mm സ്റ്റോൺ ഉണ്ട്, എന്തായാലും സർജറി ചെയ്യണം, ലേസർ ചെയ്യണം എന്ന് പറയും, ലേസർ ചെയ്താൽ മാറുമെന്ന് പറയും. അതേ ഇത് നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ഒരു 3 മാസം കൊണ്ടൊക്കെ മരുന്ന് കൃത്യമായിട്ട് കുടിച്ചാൽ ആ കല്ല് പൊടിഞ്ഞിട്ട് പുറത്തോട്ട് വരും. അത് ആ മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ ടൈം ഉണ്ടാവും. ഇപ്പൊ സർജറി ഇപ്പൊ ഇന്ന് കഴിച്ചിട്ട് മാറ്റിയെടുത്താൽ ആ ഒരു ഇന്ന് മാറ്റും, മറ്റേത് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് 2-3 മാസം സമയം എടുക്കും. പക്ഷേ സർജറി ചെയ്താൽ വീണ്ടും അത് കല്ല് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത് കൃത്യമായിട്ട് ഹോമിയോപ്പതി പ്ലാസിബോ അല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ അത്. മാത്രമല്ല, ഇനി പ്ലാസിബോ എഫക്റ്റ് ആണെങ്കിൽ ആളുകളുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ മനുഷ്യന്മാരിൽ മാത്രമാണല്ലോ എഫക്ട് ചെയ്യേണ്ടത്. മൃഗങ്ങളിൽ നിന്ന് വെറ്റിനറി ഡോക്ടർമാരൊക്കെ കൊടുക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് സൈക്കോളജി ഉണ്ടോ, അവർ ഏത് രീതിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു തെറ്റിദ്ധാരണയും മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇത്രയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തതിനും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അറിവിലേക്ക് എത്തിച്ചു തന്നതിനും നമുക്ക് ഡോക്ടറിനോട് ഒരു വലിയ നന്ദിയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നിങ്ങൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വണ്ടൂരും കാലിക്കറ്റുമുള്ള ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയറിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.